ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കൂടും. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ വർദ്ധിക്കണം, ഈമാനിന്റെ സമ്മിറ്റിലെത്തണം. എന്താണ് അതിന് ചെയ്യേണ്ടത്? ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. ഈ ഭാഗത്തെ ഒന്ന് അടിവരയിട്ട് നോക്കിക്കേ. എന്താണ് ജനങ്ങളെ ഓതി കേൾപ്പിക്കേണ്ടത്? ആരാണ് ഓതി കേൾപ്പിക്കുന്നത്? പ്രബോധകർ, പണ്ഡിതന്മാർ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ. അവരുടെ പണി എന്താണ്? എന്തായിരിക്കണം? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഈമാൻ ഉണ്ടാക്കുക. അപ്പൊ ഖുതുബ എന്താകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഖുതുബ ഉണ്ടായിരുന്നു, അല്ലേ? ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബകൾക്കിടയിൽ ഒന്നിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി എഴുന്നേൽക്കും. അങ്ങനെ 2 ഖുതുബ, ഒന്ന് കുറച്ച് ദീർഘിച്ച് പിന്നൊന്ന് ഇരുന്ന് ഒരല്പം കൂടെ, അതായിരുന്നു ഖുതുബ. എന്നിട്ടോ യഖ്റഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യും. വയുദക്കിറുന്നാസ്, മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് ഉത്ബോധനം നൽകും. അങ്ങനെ ഖുത്ബ എന്തിനാണ്? എന്താണ് ഖുത്ബയുടെ ലക്ഷ്യം? കേരളത്തിലെ മുസ്ലിമീങ്ങൾ മറന്നുപോയൊരു കാര്യമാണ്. ഭാഷയുടെ പിടിവാശിയിലാണ്. അറബി തന്നെ ആവണം. ബാക്കിയുള്ളവരെ ചീത്ത പറയണതോ അത് പച്ച മലയാളത്തിലാകുകയും വേണം. പൈസ പിരിവോ അത് മലയാളത്തിലാകണം. ഖുത്ബയോ അത് അറബി തന്നെയാണ്. എന്താ മുന്നിലിരിക്കുന്ന നന്നാകരുത്? വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നു പറയാണ്. ആയത്തിൽ എന്താ ഉള്ളത് അറിഞ്ഞൂടാ, പിന്നെ ഈമാൻ വർദ്ധിക്കുവോ? അല്ല, അള്ളാഹു തന്ന തലച്ചോറുണ്ടെന്ന് ആലോചിക്കും. ഉസ്താദ് ഓതുന്ന ഒരായത്തും അർത്ഥം അറിയില്ല, ഓൻ ഈമാൻ ഉണ്ടാവുമോ? 30 കൊല്ലം തുടർച്ചയായിട്ട് വെള്ളിയാഴ്ച ഖുതുബ കേട്ടവന് ഈമാൻ ഉണ്ടാവുമോ? യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതി കേൾക്കുന്നു. വയുദക്കിറുന്നാസ്, ഓരോ വെള്ളിയാഴ്ചയും ജനങ്ങൾ നന്നാകുന്നു. മുത്തുനബിയുടെ ഖുതുബ കേട്ടിട്ട് ജനങ്ങൾ നന്നാകുന്നു. അപ്പൊ ലക്ഷ്യം എന്താണ്? ഖുതുബയുടെ ലക്ഷ്യം എന്താണ്? അറബിയിൽ ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതല്ല. അറബിയിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കുക, നീട്ടി വലിച്ച് അബ്ദുസ്സലാത്തും വിടുക. ആ ഉസ്താദിന്റെ ഒച്ച നല്ല ഒച്ചയാണ്. അതുകൊണ്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് മനസ്സിലാകണം, എന്നിട്ട് ജനങ്ങൾ ഉത്ബുദ്ധരാകണം. അതിനാണ് ഖുതുബ. 500 ഖുതുബ നടത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 കൊല്ലം കൊണ്ട് 500 ഖുതുബ നടത്തി. എന്നിട്ട് ജനങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും നന്നായി. ഈ വെള്ളിയാഴ്ച അതുപോലെയല്ല അടുത്ത വെള്ളിയാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉള്ള ആളല്ല അടുത്ത വെള്ളിയാഴ്ച. ആളുകൾ വർദ്ധിച്ചു. എന്താ കാരണം? ആ ഖുതുബ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. 60 കൊല്ലം മുമ്പ് ചെയ്ത തെറ്റ് 60 കൊല്ലം കഴിഞ്ഞിട്ടും മനുഷ്യർ ചെയ്യുന്നു പല പള്ളികളിലും. എന്തുകൊണ്ട്? 60 കൊല്ലം മുമ്പ് അറബിയിലാണ്, 60 കൊല്ലം കഴിഞ്ഞിട്ടും അറബിയിലാണ്. ഒരു വാക്ക് അറബി തിരിയാത്ത തൊട്ടടുത്ത കടയിലുള്ള പോക്കരാക്കയാണ് ആ ഖുതുബ കേൾക്കുന്നത്. മീൻ മാർക്കറ്റിലെ മൊയ്തീനാണ് ആ ഖുതുബ കേൾക്കുന്നത്. ഓൻ എന്ത് മനസ്സിലാവാനാണ്? വാശിയാണ്. ഞങ്ങൾ അറബിയിലേ പറയൂ. ഞങ്ങൾ ബാക്കിയുള്ള പ്രസ്ഥാനക്കാരെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ വച്ച മലയാളത്തിൽ പറയും. അതെന്താ പോലെ ചീത്തറിയാണല്ലോ. ദാറ്റ്സ് ഓൾ. ക്ഷമിക്കേട്ടോ, വളച്ചു കെട്ടില്ലാതെ പറയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾക്ക് ഉത്ബുദ്ധത നൽകുക. എന്നിട്ട് ആ ഖുർആന്റെ വചനം കേട്ടിട്ട് ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുക. അല്ലേ? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടിട്ട് സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. ഫഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു. അല്ലാഹ് പറയാണ്. എന്നിട്ട് സത്യനിഷേധികൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഖുർആൻ വചനം കൊണ്ട് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായോ? എന്നിട്ട് അല്ലാഹ് അതിന് ഉത്തരം പറയാണ്, വിശ്വാസികൾക്ക് അത് ഈമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആരാണ് മുഅ്മിൻ? ഖുർആൻ ഓതി കേട്ടാൽ ഈമാൻ ഉണ്ടാകണം. അപ്പൊ ഓതി കേൾക്കുന്ന വചനം അവൻ അറിയണം, അപ്പൊ ഈമാൻ ഉണ്ടാവും. ഒരു ഖുർആന്റെ വചനം പറയുന്നു, അതിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നു, അത് ഹൃദയത്തിൽ അവനവന്റെ ഭാഷയിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു ഖുർആന്റെ വചനം പറയാം. പലപ്പോഴും ആളുകൾ അതൊന്നും വായിക്കാറില്ല. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 4-ാമത്തെ വചനം നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. വേണ്ട ജുമ കഴിഞ്ഞിട്ട്
ഒരു ഖുർആന്റെ കോപ്പി എടുത്തിട്ട് നോക്കിയേ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. നേർക്ക് നേരെ ഇതിന്റെ അർത്ഥം കേട്ടെ. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു നബിയെയും നാം അയച്ചിട്ടില്ല. എങ്ങനെ? ഇല്ലാ ബിലിസാനി ഖൗമി, മുന്നിലിരിക്കുന്ന ഓഡിയൻസിന്റെ ഭാഷ ഏതോ. അടിവരടണേ, അള്ളാന്റെ ഗ്രന്ഥാണ്, സ്വന്തം വകയല്ല കേട്ടോ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 14-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ അള്ളാഹ് എന്താ പറയുന്നത്? തമിഴ്നാട്ടിൽ ഒരു നബിയെ ഞാൻ അയച്ചാൽ തമിഴിലായിരിക്കും ആ നബി പ്രസംഗിക്കുക. ആ നബി അങ്ങാടി പ്രസംഗിക്കുക തമിഴിലായിരിക്കും. ആ നബി മിമ്പർ കൈകാര്യം ചെയ്യുക തമിഴിലായിരിക്കും. റഹ്മാനായ റബ്ബ പറയുന്നത്. മൊയ്ലിയാരല്ല, മൗലവിയല്ല. മൊയ്ലിയാരല്ല, മൗലവിയല്ല. അള്ളയാ പറയുന്നത്. എന്ത്? ഓഡിയൻസിന്റെ ഭാഷ കൊങ്കിണി, ഇംഗ്ലീഷേ അറിയില്ല. ഖത്തീബ് ഇംഗ്ലീഷ് പൊടിച്ചിട്ട് എന്താ കാര്യം? അല്ല ചോദിക്കാണ്. എന്നിട്ട് അല്ല പറയാണ്, അല്ല എങ്ങായി ഓനെ തിരിയാത്ത ഭാഷയിൽ മതം പറഞ്ഞിട്ട് ഞാൻ ഓനെ ശിക്ഷിക്കുകയെ, ഓനെ നരകം വിധിക്കുകയെ, ഓനെ അറിയില്ല ആ ഭാഷ ഏതാണ്. എന്നിട്ട് ഞാൻ അവനോട് പറയാം, നിനക്ക് മതം പഠിപ്പിച്ചെന്നിട്ടുണ്ടായി. അപ്പൊ ഈ അടിമ അള്ളഹാനോട് പറയാണ്, അല്ലാ നീ പൊട്ടനാ, എനിക്ക് തിരിയാത്തൊരു ഭാഷയിൽ എന്നോട് മതം പറഞ്ഞ എനിക്ക് മനസ്സിലാവോ? ഖുർആനാ ചോദിക്കണത് എന്ന്. ഈ വചനം എത്ര അറിയാം, എത്ര ഉസ്താദുമാർക്കറിയാം? എനിക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ കമറുൽ നമുക്ക് അറിഞ്ഞൂടാ, അത്ര മനസ്സിലാക്കിയത്. ബാക്കി നിങ്ങൾ കൂട്ടിക്കൂടെ. ഇങ്ങനെ ഒരു ഖുർആന്റെ വചനം ഉണ്ട് എന്ന് സംശുൽ അലമക്കും അറിഞ്ഞൂടായിരുന്നു, കമറുൽ അലമക്കും അറിഞ്ഞൂടായിരുന്നു. മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ നിങ്ങൾ ഈ കുത്തുബ നിന്റെ കൂടെ വന്നോ, നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഈ ആയത്ത് അറിയില്ല എന്ന് ഞാൻ പറയും, ഉറപ്പിച്ചു പറയും. അയാൾ വായിച്ചിട്ടില്ല, വായിച്ചിക്കാൻ അയാൾ ഇങ്ങനെ ആവൂല. വായിച്ചെങ്കിൽ അറബിയിൽ കുത്തുബ കേരളത്തിൽ നടത്തണം അയാൾ വാശി പിടിക്കില്ല ഒരിക്കലും. അയാൾ ഈ ആയത്ത് പഠിച്ചിരുന്നെങ്കിൽ, ഈ ആയത്ത് ഓതല്ല കേട്ടോ, ഹക്ക തിലാവത്ത് നടത്തിയിരുന്നെങ്കിൽ അയാൾക്ക് ആ വാശി ഉണ്ടാവില്ലേ. 1 കോടി മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. ഈ മുസ്ലിങ്ങൾ നന്നാകണം. എന്താ വഴി? യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതണം. വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉത്ബുദ്ധത നൽകണം. ജനങ്ങൾ എങ്ങനെ ഉത്ബുദ്ധരാകുക? ജനങ്ങൾ എങ്ങനെ ഉത്ബുദ്ധാകുക? ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു ഉത്ബുദ്ധരാവും അല്ലേ? അങ്ങനെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയണ, ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ ഉണ്ടാവും. അപ്പൊ ആയത്തോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചരിത്രം പറഞ്ഞില്ലേ, ഫുളൈൽ ബിൻ ഇയാദിന്റെ. ആ ആയത്ത് ഓതി കേൾക്കുകയാണ്. വ്യഭിചരിക്കാൻ പോവാണ് അയാള്. വ്യഭിചരിക്കാൻ വേണ്ടി കാമുകിയുടെ അടുത്തേക്ക്, ആ കാമുകിയുടെ വീടിന്റെ മതിൽ ചാടി, കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും. എന്നിട്ട് അദ്ദേഹം ആയത്തു അലം യഅനില്ലദീന ആമനു 57-ാം അധ്യായം 16-ാമത്തെ വചനം കേൾക്കുകയാണ്. കേട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്താണ്. അപ്പൊ അദ്ദേഹം കാലിപ്പുറത്തേക്ക് എടുത്തിട്ട് വ്യഭിചാരം എന്നേക്കായിട്ട് നിർത്തി. കാരണം ആ ഖുർആന്റെ വചനം അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് മരിക്കുന്നവരെ അദ്ദേഹം കരഞ്ഞു. ആ ആയത്തിന്റെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തറച്ചു. അയാൾ മാറി. ഇന്നലെ വരെ വ്യഭിചാരിയായിരുന്ന, ഇന്നലെ വരെ അന്യന്റെ പെണ്ണിന്റെ പിന്നാലെ പോയിരുന്ന ആള് ജീവിതത്തിൽ എന്നേക്കുമായി മാറി. ഞാൻ ചോദിക്കുന്നു, ഈ മിമ്പറിന്റെ ചുവട്ടിലിരിക്കുന്ന നിങ്ങളോട് എങ്ങനെ മാറി? ആ ഖുർആന്റെ വചനം അയാൾ മനസ്സിലാക്കി, അതിന്റെ അർത്ഥം അയാൾ അറിഞ്ഞു. ആ ഭാഷ അയാളുടേതായിരുന്നു, അയാൾ ഒരു അറബിയായിരുന്നു. ആ അറബി ഭാഷയിൽ ഖുർആൻ ഓതി കേട്ടപ്പോൾ അയാൾ മാറി. ചിന്തിക്ക്, ആലോചിക്ക്. ഇനി പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ഒരു ഖുർആന്റെ വചനം ഇന്നതാണ് വിവരിച്ചു കൊടുക്കൽ. 16-ാം അധ്യായം 46-ാമത്തെ വചനം. ഈ ഖുർആനിന്റെ വചനം നബിയെ താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്കറിയാത്തത് അവർ സംശയമായി ചോദിക്കും, അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർ ചോദിച്ചു. 6-ാം അധ്യായം 82-ാമത്തെ വചനം ഇറങ്ങി. ഈമാനിൽ നുൽമ കലർന്നാൽ എന്ന ഖുർആന്റെ വചനം ഇറങ്ങിയപ്പോ അവര് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ നുൽമ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഈ ലോകത്തുണ്ടാവോ നബിയെ? മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റു വരുമല്ലോ. എന്താണ് ഈ ഖുർആന്റെ വചനം പറയുന്നത്? 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനം എന്താ പറയുന്നത്? സഹാബത്താണ് ചോദിക്കുന്നത്. അറബി അറിഞ്ഞിട്ട് പോലും അവർ ചോദിക്കുകയാണ് എന്താണ്. പിന്നല്ലേ അറബി അറിയാത്ത ഒരു കൗമിന്റെ അവസ്ഥ. അറബി അറിഞ്ഞ കൗമി ചോദിക്കുകയാണ് ആ വാചകം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് വരരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. 31-ാം അധ്യായം 13-ാമത്തെ വചനം. സുഹൃത്തുക്കളെ, ഇവിടെ നാട് നന്നാകാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിനാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്ത്. അള്ളാഹുവിനെ കൃത്യമായും ഖുർആൻ കൃത്യമായി റസൂലുള്ളാഹിനെ കൃത്യമായി അറിയാത്തൊരു ജനത നന്നാവില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ നിയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഉണ്ടായിരുന്നു. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത്, റബ്ബനാ വബഅസ് ഫീഹിം റസൂല, അല്ലാഹുവേ ഒരു റസൂലിനെ നിയോഗിക്കണം മക്കയിൽ.
ആ റസൂലിന്റെ പ്രത്യേകത എന്തായിരിക്കണം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആനും സുന്നത്തും പഠിപ്പിക്കണം ആ നബി. എന്നിട്ട് വയുസക്കീഹിം, അവർ സംസ്കരിക്കപ്പെടണം. അപ്പൊ ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നതാണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുക വഴി ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നുണ്ടോ? കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പരിശോധിക്കപ്പെടണം. സംഘടനകൾ ഉണ്ടോ എന്നല്ല ചോദിച്ച്, ഉസ്താദുമാരുണ്ടോ എന്നല്ല ചോദിച്ച്, ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ എന്നല്ല ചോദിച്ച്. ഇവിടുത്തെ ജനത മദ്യപാനത്തിൽ നിന്നും, വിചാരത്തിൽ നിന്നും, പലിശയിൽ നിന്ന്, തോന്നിയാസത്തിൽ നിന്ന്, ഭാര്യയുടെ മുഖത്തടിക്കുന്നതിൽ നിന്ന്, അന്യന്റെ സ്വത്ത് ഭുജിക്കുന്നതിൽ നിന്ന്, ഹറാമ് തിന്നുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഈ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത ഒരു ജനതയെ പോലെ മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, ഖുർആൻ ഓതിക്കൊടുത്തിട്ട് ഈമാൻ ഉണ്ടാക്കുക. ഞാൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനുമായി ഒരല്പം തെറ്റേണ്ടി വന്നു. എനിക്ക് കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ബഹുഭാഷാ പണ്ഡിതനാണ്. കേരളം കീഴടക്കിയ ജനഹൃദയങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രഭാഷകനാണ് അദ്ദേഹം. ഖുർആൻ വചനത്തെക്കാൾ കൂടുതൽ ഒരു വ്യക്തിയുടെ കവിത ഉദ്ധരിക്കും. എല്ലാ പ്രസംഗത്തിലും കവിതയാണ് കൂടുതൽ ഉദ്ധരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന്റെ പ്രവാചക മാതൃക എന്താണ്? ഈ കവിത ആരുടേതാണോ അയാൾ ഈ അടുത്ത കാലത്ത് ജനിച്ചു മരിച്ച ആളാണ്, ഇന്ത്യയിൽ ജനിച്ചു മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കവിത ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞുണ്ട്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാലയിലും ദുൽമജാസിലും മജന്നായിലും ഏറ്റവും കൂടുതൽ ഓതിക്കേൾപ്പിച്ചത് എന്താണ്? കവിതയാണോ ഖുർആനാണോ? പറഞ്ഞു ഖുർആനാണ്. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ 2.5 മണിക്കൂർ പ്രസംഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു 10-20 ആയത്ത് ഉദ്ധരിച്ചുകൂടാ? 200-ലധികം കവിത നിങ്ങൾ ഉദ്ധരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 10-20 ഖുർആൻ വചനം ഉദ്ധരിച്ചുകൂടാ? ചെറുതായിട്ട് അദ്ദേഹത്തിന് എന്നോട് നീരസം തോന്നി. പക്ഷെ പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു. താരതമ്യേന മെച്ചപ്പെടുകയും ചെയ്തു. ഞാനിത് പറയുന്നത് വലിപ്പം പറയാനല്ല. ഈ മുസ്ലിം സമുദായം അള്ളാന്റെ ഗ്രന്ഥം ഉണ്ടായിട്ട് അത് റമളാനിന് മാത്രം ഓതാൻ വേണ്ടി ഒരു ഗ്രന്ഥം, എന്നിട്ടൊക്കെ ഷെൽഫിൽ പൊടി പിടിച്ച് കിടക്കുക, അടുത്ത റമളാനിൽ എടുത്ത് തുടച്ചെടുക്കുക. ഈ പരിപാടി അവസാനിക്കണം. ഈ തൃശ്ശൂർ പള്ളിയിലെങ്കിലും അവസാനിക്കണം. ഞാൻ പറയുന്നത് എന്നും വായിക്കുന്ന അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹ് പറയാണ് അവരുടെ ക്വാളിറ്റി എന്താണ്? എല്ലാ ദിവസവും അവർ ഖുർആൻ വായിക്കും. എല്ലാ ദിവസവും മാത്രമല്ല, അവരെല്ലാ സമയത്തും ഖുർആൻ വായിക്കും. ഒരു കടയിലെ കേഷ്യർ സീറ്റിലാണ്, തിരക്കൊന്നുമില്ല, അള്ളാന്റെ ഗ്രന്ഥം എടുത്തിട്ട് നോക്കും. വെറുതെ കസ്റ്റമറൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ വെറുതെ ഇരിക്കുകയാണ് കസേരയില്, ഒരു ഖുർആൻ വചനം എടുത്തു നോക്കുക. എപ്പോഴും ഒരു ഖുർആൻ കയ്യിലുണ്ടാവുക, അത് വായിക്കുന്നവരാകുക. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അതൊരു നല്ല കച്ചവടാണ് എന്ന് അല്ലാഹ് പറയാണ് ഖുർആന്റെ 35-ാം അധ്യായം 29-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ആയത്തുകളെ കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്ന മഹാദൗത്യമാണ് നമ്മുടെ ദൗത്യം. നോക്കൂ നിങ്ങൾ, ഈ ഉഖാല, ദുൽമജാസ്, മജന്ന, ഇവിടെ നബി ഖുർആൻ ഓതുമ്പോ ആർക്കാ ഏറ്റവും വലിയ വെറുപ്പ്? കാഫറുകൾക്ക്, സത്യനിഷേധികൾക്ക്. ഖുർആനിന്റെ വചനം ഓതിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, മില്ലത്തെ ഇബ്രാഹിം എന്നൊരു വിഷയം അവതരിപ്പിച്ചു. ഞാൻ പത്തേക്കാടാണ്, തൃശ്ശൂർ ജില്ലയിലാണെന്നാണ്. അവിടെ പ്രസംഗിച്ചു. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ഖുർആന്റെ വചനങ്ങൾ അനവധി ഉദ്ധരിച്ച്, ആയത്തുകളും ഹദീസുകൾ ഉദ്ധരിച്ച്, ഖുർആന്റെ അധ്യായവും വചനവും പറഞ്ഞുകൊണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജ് മുഴുവൻ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. ആര്? ഇവിടുത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ല, തലപ്പാവ് ധരിച്ച ഉസ്താദുമാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സംഘടന ആ സ്റ്റേജ് കത്തിച്ചു. എന്തിനാ കത്തിച്ചത്? ഖുർആന്റെ വചനം ഓതുന്നടാ, നശിപ്പിച്ചടാ. ഈ ഉമ്മത്തിന്റെ അവസ്ഥ ഞാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തട്ടും, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ചായിരിക്കും ഞാൻ ഈ പറയുന്നത്. ചൊല്ലി ഒന്നാവണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റും. ഒരു പറയുന്നത് എന്താണ്? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്ത് ന്യായം കൊടുക്കുന്ന, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ 9-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൊഹീദ്ദീൻ മാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ചെല്ലിയ സ്വർഗം കിട്ടുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കൗമ് തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്നൊരു ഗ്രന്ഥം എഴുതി. EK മുസ്ലിയർ എന്ന ഗ്രന്ഥത്തിന്റെ ഓദർ. ആ ഗ്രന്ഥത്തിന്റെ 16-ാമത്തെ പേജ് പറയണെന്തറിയോ? ഓതല് തന്നെ നിർബന്ധ സൂറത്തു ഫാത്തിഹ മാത്രമാണ്. അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുല്ല. അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുല്ല. അതേ ടീം വേറൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ബുർദ ബൂസിരി എന്നാണ്. അതിന്റെ 16-ാമത്തെ പേജിലുള്ള എന്തറിയോ? ഇമാം ബൂസിയുടെ ബുർദ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. ഖുർആനെ പറ്റി എന്താ പറഞ്ഞേ? അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുല്ല. അതേ കൗമ് 7-ാം നൂറ്റാണ്ടിലെ ഒരു കവിയുടെ കവിത അത് നിർബന്ധമായിട്ട് പഠിക്കണം. അതിന്റെ കണ്ടന്റിൽ ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, അതിന്റെ അർത്ഥം അറിയണം. അപ്പൊ ഖുർആനിലോ
ഈ കൗമിന് ഖുർആനിലുള്ള സമീപനം തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ആ പുസ്തകത്തിന്റെ പേരതാ. സാധാരണക്കാരെ ഖുർആൻ പരിഭാഷ പഠിക്കുന്നതിൽ നിന്ന് തടയുന്ന ഗ്രന്ഥം. ജൂതൻ എഴുതിയതല്ല, ക്രിസ്ത്യാനി എഴുതിയതല്ല, ഓറിയന്റലിസ്റ്റ് എഴുതിയതല്ല, യുക്തിവാദി എഴുതിയതല്ല, നിരീശ്വരവാദി എഴുതിയതല്ല, ലിബറലുകൾ എഴുതിയതല്ല. നരിയാണിന്റെ മേലെ തുണിയെടുത്ത് ജുബ്ബക്കുപ്പായിട്ട് അത്തറും പൂശി മോതിരവും ധരിച്ച് തലപ്പാവിട്ട് ഒരു ഉസ്താദ് എഴുതിയ, ഇസ്ലാമിക സമൂഹത്തിൽ ഒരു ഉസ്താദ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്. ഈ സമുദായം നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സമുദായത്തിന്റെ ഉസ്താദുമാരുടെ സംഭാവന, കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കി. അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. എന്താ മക്കളെ, ഖുർആൻ പഠിക്കരുത്. എല്ലാ ശുദ്രകൃതിയും പിശാച് എഴുതിയ കിതാബുകളൊക്കെ പിടിച്ചോളി. 313 വക പഠിച്ചോളൂ, മൊയ്തീമാല വായിച്ചോളൂ. അതായിരുന്നു ഒരു കാലത്ത്. എന്നിട്ട് ഇപ്പൊ പറയുന്നറിയോ, മൊയ്തീമാലയുടെ സുന്ദരമായ ഒരു കാലത്തിൽ നിന്ന് ഈ ഉമ്മത്ത് നശിച്ചു പോയി. അതായിരുന്നു സുവർണ കാലഘട്ടം. വലിയൊരു സഖാഫി പ്രസംഗിക്കുകയാണ് കേരളത്തിൽ. ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിനറിയോ, ഈ ജനതയെ സ്നേഹിക്കുന്നത് കൊണ്ട്, വേറൊരാളെയും പേടിക്കാത്തത് കൊണ്ട്, റബ്ബിനെ മാത്രം പേടിക്കുന്നത് കൊണ്ട്. ഞാൻ പറയുന്നത് അത്രമേൽ ഭയാനകരമാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് പ്രസംഗിക്കുന്ന എന്താണ്? ഖുർആൻ പഠനത്തിൽ നിന്ന് മനുഷ്യരെ തടുക്കുന്ന പ്രസംഗം. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഉസ്താദ് തർക്കിച്ചാണ്, ഞങ്ങൾ അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കരുത് എന്ന് പറയാൻ കാരണം. എങ്ങനെയുണ്ട്? നമ്മുടെ സമുദായം അവിടെയുള്ളത്, ഇപ്പോഴും അവിടെയുള്ളത്, ഈ സമയത്ത് പോലും അവിടെയുള്ളത്, ഇത്ര പുരോഗമിച്ച കാലഘട്ടത്തിൽ പോലും അവിടെയുള്ളത്. അമുസ്ലിങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് യൂറോപ്പിൽ നിന്ന്, ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ പഠിച്ചിട്ട് നമ്മൾ ജനിച്ചത് ഖുർആനിക സമൂഹത്തിൽ, നമ്മൾ വളർന്നത് ഖുർആനിക സമൂഹത്തിൽ, നമ്മളെല്ലാം ചെയ്തത് ഖുർആനിക സമൂഹത്തിൽ. എന്നിട്ടും അല്ലാഹ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിക്കണ്ടേ നമുക്ക്? ഖബറിൽ വെച്ച് നമ്മളോട് ചോദിക്കാൻ, ആരാണ് ഇമാം? മൻ ഇമാമുക? ഇമാമു ഖുർആനി. എന്ത്? ഇമാം ഷാഫി എന്നല്ല, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി എന്നല്ല, ഇമാമു ഖുർആനി. ഇത്രയും കാലം ഇവിടുന്ന് ഹൗദിന്റെ അടുത്ത് വെച്ചിട്ട് നിന്റെ ഇമാം ഏതാ? ഇമാം ഷാഫി. നിന്റെ ഇമാം ഏതാ? ഇമാം അബൂ ഹനീഫ. നിന്റെ ഇമാം ഏതാ? ഇമാം മാലിക്. നിന്റെ ഇമാം ഏതാ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ഖബറിലെത്തിയിട്ട് മലക്കൾ ചോദിക്കണം, നിന്റെ ഇമാം ആരാണ്? അപ്പൊ പറയേണ്ടത് എന്താണ്? ഇമാമു ഖുർആനി. എന്റെ ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറയേണ്ട കൗം. ഈ മാത്രമല്ല, നിങ്ങൾ എന്താ പഠിച്ചത് എന്ന് ചോദിക്കും മലക്കുകള്. ഞങ്ങൾ ഖുർആനാണ് പഠിച്ചത്, അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന്റെ റസൂലാണിത് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ആ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് അൽ ഖുർആനു റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി ഖുർആനിനെ മാറ്റിത്തരണേ റബ്ബേ എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മൊയ്തീമാല ഹൃദയത്തിന്റെ വസന്താക്കാനല്ല, മഞ്ഞക്കുളമാല അല്ല, കുതുബിയത്ത് അല്ല, പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ എന്റെ കൽബിന്റെ വസന്തമാക്കി തരണേ റബ്ബേ എന്ന് റസൂലുള്ളാഹിയാണ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മൾ ആ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? എന്നിട്ട് അള്ളാഹുവിന്റെ കടുത്ത നിലപാട് കണ്ട നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. നാമാണ് തൗറാത്തിനെ അവതരിപ്പിച്ചത്. ഹുദം വനൂർ, അതിൽ മാർഗദർശനമുണ്ട്, പ്രകാശമുണ്ട്. 5-ാം അധ്യായം സൂറത്ത് മായിദ 44-ാമത്തെ വചനം. എന്നിട്ട് അല്ലാഹു പറയാണ്, യഹൂദന്മാരിൽപ്പെട്ട പ്രവാചകന്മാർ, അതുപോലെ അവരിലെ ഋഷീശ്വരന്മാർ, പണ്ഡിതന്മാർ ഈ വേദഗ്രന്ഥം അനുസരിച്ച് അവർക്കിടയിൽ വിധിച്ചു. അവർ പുണ്യാത്മാക്കൾ, പണ്ഡിതന്മാർ, വലിയകൾ, അവരെല്ലാം തൗറാത്ത് അനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിധിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, ബിആയാതി സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് നിങ്ങൾ തൗറാത്തിന്റെ ഏടുകളെ വിറ്റ് കളഞ്ഞു അല്ലേ? ജൂത ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ്. നോക്കൂ, ഈ ഖുർആൻ അവതരിപ്പിച്ച അതേ റബ്ബാണ് തൗറാത്ത് അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ആ തൗറാത്തിൽ വെളിച്ചമുണ്ട്, മാർഗദർശനമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയസ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ഗ്രന്ഥം കയ്യിലേന്തിയിട്ട് ഡെയിലി അതൊന്നും വായിക്കാത്തവൻ പറയാണ് ഞാൻ മുഅ്മിനാണ്, പണ്ഡിതനാണ്. പരമ പുച്ഛമാണ് എനിക്ക്. സംഘടനയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന വലിയ പുണ്യാളന്മാര്, ജനങ്ങളുടെ ഇടയിൽ വലിയ ആളുകളാ. സുഹൃത്തുക്കളെ, എങ്ങറിയോ, ഹൃദയത്തിൽ ചേർത്തൊരു ഖുർആൻ വചനം പോലും പഠിക്കാത്ത ആളുകളാണ് ഈ സംഘടനയൊക്കെ നേതൃത്വത്തിൽ പോലും ഇരിക്കുന്നത്. അതിന്റെ സാധാരണക്കാർക്കുള്ള വക്കാറത്ത് പോലും ആ ഗ്രന്ഥത്തോട് പലർക്കും ഇല്ല. ഇത് ഞാൻ പറയും, നിങ്ങൾ വിഷമിക്കരുത്, പച്ച സത്യമാണ് ഇന്നത്തെ ലോകത്ത്. അതുകൊണ്ട് ആരുണ്ടാത്ത അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്ത് നജ്മിലെ 38-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്തറിയോ? ഒരു ബഷീറിന്റെ പാപഭാരം ഒരു സുബൈർ ഏറ്റെടുക്കില്ല.
ഒരു നേതാവും ഒരു അനുയായിയുടെ പാപഭാരം ഏറ്റെടുക്കും. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന. സൂറത്ത് ബഖറയിലെ 166-ാമത്തെ വചന. അതിന്റെ അർത്ഥം എന്താ അറിയോ? നേതാവ് അനുയായികളോട് പറയും, സലാം, ഞാൻ പോവുകയാണ് കേട്ടോ. അവിടെ ഉപയോഗിച്ച പദം എന്താ പറയുന്നത്? വലൗ യറല്ലദീന വലമു ഇത് യറൗനൽ അദാബ്. നേതാക്കന്മാരും അനുയായികളും ശിക്ഷ കാണുന്ന ദിവസം. എന്തൊരു പ്രയോഗമാണത്! ശിക്ഷ കാണുന്ന ദിവസം അവർ പറയും, മന്നൽ കൂവത്തൽ ഇല്ലാഹി ജമീഅ. കഴിവുകളൊക്കെ അള്ളാഹ്ക്കാ. മരിച്ചവർക്കൊന്നും ഒരു കഴിവില്ല, കബറിൽ കിടക്കുന്നവർക്കൊന്നും ഒരു കഴിവില്ല, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ് എന്ന് ഈ നേതാക്കന്മാർ അവിടുന്ന് അനുയായികളോട് പറയാണ്. എന്നിട്ട് ഇത് തബറ അല്ലദീന തുബിഉ. ഈ അനുയായികളില്ലേ, ആ നേതാക്കന്മാരില്ലേ, ആ നേതാക്കന്മാർ അനുയായികളോട് പറയും, നിങ്ങൾ വേറെ, ഞങ്ങൾ വേറെ. എന്നിട്ട് അനുയായികൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്താ അറിയോ? ഈ നേതാക്കന്മാർ പരലോകത്ത് വെച്ചിട്ട് എസ്കേപ്പായി, ഞങ്ങളെ ഒറ്റപ്പെടുത്തി, ഞങ്ങളൊക്കെ വിചാരിച്ച അവരൊക്കെ ഉണ്ടാവും, അവരുടെ റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു പറയാണ്, ഞങ്ങൾ രക്ഷപ്പെടുകയാണ്, നിങ്ങളെ വഴിക്ക് പോയിക്കോളി എന്നാ പറയണേ. എന്നിട്ട് ഈ ജനത അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്താ അറിയോ? പടച്ചോനെ, ഇപ്പൊ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങൾ ഒഴിവാക്കിയല്ലോ, ആ ഉസ്താദിന്റെ മഹലിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു വിടുമോ? എന്ത്? ആ ഉസ്താദ് ഖതീബായ ഖാളിയായ മഹലിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു വിട്ടാൽ ഇവിടുന്ന് എന്നെ ഉസ്താദ് കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയില്ലേ, അതുകൊണ്ട് ഉസ്താദിന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് ഞാൻ എസ്കേപ്പ് ആവും. പടച്ചോനെ, അതിനുള്ള അവസരം എനിക്ക് തരണേ. അള്ളാന്റെ ഖുർആനാ. എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ വചനം? ഉസ്താദിന്റെ നെഞ്ഞത്ത് അനുയായികൾ ചവിട്ടി തള്ളിയിടും. ആര് കേട്ടിട്ടുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട്? എന്നിട്ട് അവര് പറയുന്നത് എന്താ അറിയോ? റബ്ബന ആതി ളൈഫൈനി മിനൽ അദാബ്. പടച്ചോനെ, ഈ ഉസ്താദിന് ഇരട്ടി ശിക്ഷ കൊടുക്കണേ, ഈ മൗലവിക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഇനി ചിന്തിക്ക്. ഈ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്ക്. ട്രെയിനിലൊക്കെ യാത്ര പോകുന്നവരുണ്ടെങ്കിൽ ഇരുന്നിട്ട് ആ മൊബൈലിൽ കളിക്കാതെ ഈ ഖുതുബയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹിന്റെ ഖുർആനാ ഈ പറയണത്. എത്ര പേർക്കറിയായത്? എന്നിട്ട് അള്ളാഹു അമർഷം രേഖപ്പെടുത്തുന്ന ഒരു അമർഷം കേൾക്കണ്ടേ? ഖുർആനിന്റെ അനുയായികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അള്ളാഹ് പറയാണ്. സൂറത്ത് ജുമയിലാണ്. സൂറത്ത് ജുമയിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിഇസ മസലുൽ ഖൗമിൽ ലദീന കസ്സബു ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഈ ആയത്ത് എത്രയോ തവണ കേട്ടതാ. സൂറത്ത് ജുമയിലെ 5-ാമത്തെ വചന. ഇതിന്റെ അർത്ഥം എന്താ നമുക്കൊന്ന് നോക്കാം. തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ട് ആ തൗറാത്തിന്റെ വാഹകരായിട്ട് ജൂതന്മാരെ നാം ഏൽപ്പിച്ചു. എന്നിട്ട് അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉദാഹരണം ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. അള്ളാന്റെ അമർഷം കണ്ടോ? ഒരു കഴുതപ്പുറത്ത് ഗ്രന്ഥം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുപോലെ നിങ്ങളെ കയ്യിൽ ഖുർആൻ ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹ് ചോദിക്കാൻ, അങ്ങനെ നിങ്ങൾ ആകരുത്. ആര്? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അങ്ങനെ ആകരുത്. എങ്ങനെ ആകരുത്? ജൂതന്മാരെ പോലെ ആകരുത്. വലാ തകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. എടോ, മുമ്പ് വേദം നൽകപ്പെട്ട യഹൂദര ക്രൈസ്തവരെ പോലെ നിങ്ങളാവരുത്. അതിനുള്ളിലുള്ളത് എന്താണെന്ന് പഠിക്കാത്തവർ നിങ്ങളാകരുത്. അതിലെ കുറച്ച് മാത്രം സ്വീകരിക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യുന്നവർ നിങ്ങളാകരുത്. അള്ളാഹ് പറയാണ്, നമ്മളോട് പറയാണ്. ഇനി ഇന്നൊരു ഗ്രന്ഥം ഇറങ്ങാനുണ്ടെന്ന് വിചാരിക്കുക. ഇന്നൊരു ഗ്രന്ഥം അങ്ങനെയാണ് അള്ളാഹ് പറയാൻ അറിയോ? മാപ്പിളാരെ പോലെ നിങ്ങൾ ആകരുതടോ. മൊയ്തീനെ പോലെയും സുബൈറിനെ പോലെയും കമറുൽ ഉലമയെ പോലെയും ശംസുൽ ഉലമയെ പോലെയും നിങ്ങൾ ആകരുത്. ആ ഗ്രന്ഥം കയ്യിലുണ്ട്, ഉള്ളടക്കറിഞ്ഞുകൂടാ. ചിന്തിക്കുക. ആ നിലക്ക് ഈ ഗ്രന്ഥത്തെ ഒന്ന് മനസ്സിലേക്ക് എടുത്തു നോക്ക്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളോട്, നിങ്ങൾ മൊബൈൽ എത്ര സമയം ചെലവഴിക്കുന്നു? ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു, ഉറുദു കൈകാര്യം ചെയ്യുന്നു, അറബി മാത്രം കൈകാര്യം ചെയ്യുന്നില്ല അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. അള്ളാന്റെ ഖുർആൻ ഒന്ന് വായിച്ച് അതെന്താണെന്ന് പഠിച്ച് അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ഉൾക്കൊണ്ട് അത് ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മക്കൾക്ക് അത് എഴുതി പഠിപ്പിച്ചു കൊടുത്ത് ഒരു ഉസ്താദിനെ ഏൽപ്പിച്ച് മക്കളുടെ ഹൃദയത്തിൽ അൽ ഖുർആനു റബിയ ഖൽബി ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സഹീഹ് മുസ്ലിം. അദ്ദേഹത്തിൽ റിപ്പോർട്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുന്നവനാണ്. എന്നിട്ടുണ്ടായോ? ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിഷേധിച്ചു കളഞ്ഞ ജനങ്ങളുടെ ഉപമ എത്രയോ ചീത്ത. കഴുതയുടെ ഗ്രന്ഥം ചുമന്ന കഴുതകൾ എന്ന് അള്ളാഹ് വിളിക്കുകയാണ്. ആരെ? ആ ഗ്രന്ഥത്തിന്റെ ഉള്ള. എന്നിട്ട് എഴുതുന്ന എന്ത്? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. അർത്ഥം പഠിക്കേണ്ടതില്ല, കാര്യം മനസ്സിലാക്കേണ്ടതില്ല. മനസ്സിലാക്കിയാലോ ഉസ്താദുമാർക്ക് ജീവിക്കാൻ പറ്റൂല. അതാണ് ഇതിന്റെ നേരെ അർത്ഥം. നിങ്ങൾ ഖുർആൻ പഠിക്കരുത്, നിങ്ങൾ പഠിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും അറിഞ്ഞൂടെ മക്കളെ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക. നിങ്ങളെ പോക്കറ്റിലുള്ള കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരാ ഞങ്ങൾ. നിങ്ങൾ പഠിക്കരുത്. ക്ഷമിക്കണം,
ക്ഷമിക്കണം, വളരെ ഗൗരവമായിട്ടുള്ള പ്രസംഗം ഞാൻ പറയുന്നത്. ഇന്ന് മരിച്ചു വീണാൽ എനിക്ക് ദുഃഖമില്ല ഒരു മെമ്പറിലും. സത്യമല്ലാത്തൊന്ന് കുറച്ച് കടുപ്പിച്ച് പറയും, അത് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല, പക്ഷെ അതായിരിക്കും സത്യം. ആ സത്യം പരലോകത്ത് ബോധ്യപ്പെട്ടിട്ട് കാര്യമല്ല, അത് ഇവിടുന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി എന്താണെന്നറിയോ? റസൂലിന് ഒരു പരാതി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പരാതി? വഖാല റസൂൽ, കേട്ടോളൂ നിങ്ങള്, ഖുർആന്റെ വചന സൂറത്ത് ഫുർഖാൻ, സത്യാസത്യ വിവേചന ഗ്രന്ഥം, അധ്യായം സൂറത്ത് ഫുർഖാൻ 25-ാം അധ്യായം 30-ാമത്തെ വചനം. എന്താ പരാതി? വഖാല റസൂൽ, റസൂല് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, പടച്ചോനെ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. മൊയ്തീമാല വായിച്ചില്ല എന്നല്ല മുത്തുനബിയുടെ കംപ്ലൈന്റ്. സക്കാഫിയുടെ കംപ്ലൈന്റ് എന്താ? മൊയ്തീമാല കയ്യൊഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ കംപ്ലൈന്റ് എന്താ? ഖുർആനെ കയ്യൊഴിഞ്ഞു. നമ്മൾ ഏത് സ്വീകരിക്കണം? സക്കാഫിനെ സ്വീകരിക്കണോ റസൂലിനെ സ്വീകരിക്കണോ? ചിന്തിക്കൂ. അബൂബക്കർ സിദ്ദീഖ് മൊയ്തീമാല വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറയൂ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും, അലി ഇബ്നു അബീ ത്വാലിബും, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസും, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരാരെങ്കിലും മൊയ്തീമാല വായിച്ചിട്ടുണ്ടോ? ആ ശുദ്രകൃതി കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ? ആ ശുദ്രകൃതി എന്ന് ഞാൻ വീണ്ടും പറയുന്നു, ആ ശുദ്രകൃതി കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്നിട്ട് നമ്മൾ ബേജാറാകുക, അത് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. ചിന്തിക്ക്. റസൂൽ പറയാ, റബ്ബി, എന്റെ റബ്ബേ, എന്റെ ജനത ഖുർആൻ തള്ളിക്കളഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഖുർആൻ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? പിന്നെന്തേ നബി നുണ പറയാ ആണോ? പിന്നെന്താ പറഞ്ഞത്? ആ ഖുർആനിന്റെ കണ്ടന്റ് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയില്ല. ഭാര്യയോട് എങ്ങനെ പെരുമാറണം, എത്ര വചന ഖുർആനിലുള്ളത്? സമ്പത്ത് എവിടുന്ന് നേടണം, എവിടെ ചെലവഴിക്കണം, എത്ര വചന ഖുർആനിലുള്ളത്? സദക്ക ചെയ്യുന്നതിനെ കുറിച്ച് എത്ര വചന ഉള്ളത്? ഭൂമിയിലൂടെ നടക്കുന്നതിനെ കുറിച്ച് 5 ഖുർആനിക വചന ഉള്ളത്. എങ്ങനെയാണ് ഒരാൾ ഭൂമിയിൽ നടക്കേണ്ടത് നമ്മൾ പഠിച്ചോ? ഇബാദുർ റഹ്മാന്റെ 9 ഗുണങ്ങളിൽ ഒരു ഗുണം എങ്ങനെയാണ് നടക്കേണ്ടത് എന്നാ. ഭൂമിയിൽ എങ്ങനെ നടക്കണം അത് പഠിപ്പിച്ചൊരു ഗ്രന്ഥ ഖുർആൻ. എത്ര പേർക്കറിയാം ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം? നമ്മുടെ ഉസ്താദ് മരുന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ടോ? മറ്റവനെ കല്ലെറിയണം ഉസ്താദ് വളരെ ആസൂത്രിതമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറുകൊണ്ടാളാ ഞാൻ. മനസ്സിലായി? വെടിവാളിന്റെ മുമ്പിൽ നിന്ന് ജീവൻ പല ഒഴിഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ. ഉസ്താദ്മാര് പറഞ്ഞയച്ചിട്ട്, വേറൊരു ടീമോ ആ മുസ്ലിങ്ങളൊന്നും പറഞ്ഞയച്ചിട്ടല്ല, ഉസ്താദ്മാര് പറഞ്ഞയച്ചിട്ട്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. മരണം എന്ന് പറയുന്നത് എപ്പോഴും വരാം. എപ്പോഴും ജീവിതത്തിന്റെ ഒരു നിമിഷം, ഒരു സ്പന്ദനത്തിനിടയിൽ റൂഹ് കൊണ്ടുപോകാം. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു നായിക അല്ലാഹു ചിന്തിച്ചിടൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി എന്താ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. സൂറത്ത് ഖമർ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, 54-ാമത്തെ അധ്യായം. 55 സൂറത്ത് റഹ്മാനാൻ, 53 സൂറത്ത് നജ്മാൻ, 52 സൂറത്ത് തൂറാൻ, 51 സൂറത്ത് മുജാദല, സൂറത്ത് ദാരിയാത്താൻ, 50 സൂറത്ത് ഖാഫാൻ. ആ ഏരിയ ഒക്കെ ഒന്ന് പഠിച്ചു നോക്കേ. 56 വരെയുള്ള വചനം ഒന്ന് പഠിച്ചു നോക്കേ. മഹാധ്യായങ്ങളാണ്. നബിയുടെ തലമുടി വരെ നരച്ചുപോയ അധ്യായങ്ങളാണ്. അതിൽ സൂറത്തു ഖമർ 54-ാമത്തെ അധ്യായം, അതിലെ 17-ാമത്തെ വചനം, അത് തന്നെയാണ് 22-ാമത്തെ വചനവും, അത് തന്നെയാണ് 32-ാമത്തെ വചനവും, അത് തന്നെയാണ് 40-ാമത്തെ വചനവും. 4 സ്ഥലത്ത് ഒരേ ഖുർആന വചനം. എന്താണെന്നറിയോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആരെങ്കിലും ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറുണ്ടോ? അവർക്ക് വേണ്ടി നാം ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. ഉസ്താദ്മാര് പറയുന്നതോ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഏക ഗ്രന്ഥാണത്. അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഏക ഗ്രന്ഥാണ്. എന്നിട്ട് സകല ദുൽമുള്ള ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാം, ഖുർആനിട്ട് പഠിക്കുകയും ചെയ്തുകൂടാ. ഏത് ഖൈറുൽ കലാമി കലാമല്ലാ എന്നുള്ള റബ്ബിന്റെ ഖുർആൻ പഠിക്കരുത്, ഉസ്താദിന്റെ ചീഞ്ഞ പ്രസംഗം കേൾക്കാൻ മനുഷ്യന്മാരോട് പറയാം. എന്നിട്ട് അത് ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, എന്നിട്ട് പറയാ ഈ സകല ശിർക്കും ഖുറാഫാത്തും കേട്ടോ, അള്ളാന്റെ ഖുർആൻ കേൾക്കരുത്. ചിന്തിക്ക്, എവിടെ എത്തി എന്താ ഖുർആൻ പറഞ്ഞത്? ഒരധ്യായത്തിൽ 4 സ്ഥലത്ത് ഒരേ ഖുർആനിക വചനം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ പഠിക്കാൻ സഹോദര നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി ഉഖാദയിൽ ദുൽമജാസിൽ നബി ഖുർആൻ ഓതിയപ്പോ മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ എന്താണെന്നറിയങ്ങൾ? അത് കേട്ടോളി. വഖാലല്ലദീന കഫറു, ആ വാചകം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കും. വഖാലല്ലദീന കഫറു, സത്യനിഷേധികളായ അബൂജഹലും അബൂ സുഫിയാനും അന്ന്, പിന്നീട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയി. അന്ന് അബൂ സുഫിയാനും അബൂജഹലും പറഞ്ഞ എന്തറിയോ? അല്ലാഹ് പറയാൻ വഖാലല്ലദീന കഫറു
ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത്, ഖുർആൻ കേൾക്കരുത്. അപ്പോ എന്തായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നു. ഏതെങ്കിലും ഒരു മാലയല്ല, ഇബ്രാഹിം നബിയുടെ പേരിലുള്ള ഒരു മാല ഉണ്ടാക്കി പാടുകയല്ല, ഖുർആൻ ഓതി കൊടുക്കുക. എന്നിട്ടേ മഹാനായ മിസ്അബ് റളിയല്ലാഹുവിന്റെ വായ പൊത്തിപ്പിടിക്കുക. സൂറത്ത് ഫുസ്സിലത്ത് ഓതുകയാണ് മദീനത്തേക്ക് എത്തിയിട്ട് കടാര ഊതി മഹാനായ മിസ്അബ് റളിയല്ലാഹുവിനെ കത്തിയോണ്ട് കുത്താൻ നോക്കിയപ്പോ സൂറത്ത് ഫുസ്സിലത്ത് ഓതി കൊടുക്കുക. സൂറത്ത് നജ്മ് ഓതിയിട്ട് ആളുകൾ സുജൂദിൽ വീഴുക, മക്ക മുശ്രിക്കുകൾ. അബൂ സുഫിയാനും അബൂജഹലും തീരുമാനം എടുക്കുക, ഇനി ഖുർആൻ കേൾക്കാൻ സമ്മതിക്കരുത്, കൂക്കി ബഹളം ഉണ്ടായിക്കൊള്ളി. ഇത് തന്നെയായിരുന്നു പത്തേക്കാട് ഉണ്ടായത്, ഇത് തന്നെയായിരുന്നു പലയിടത്തും ഉണ്ടായത്. ഖുർആൻ ഓതും അവിടെ കൂക്കി ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് അസ്വസ്ഥ സൃഷ്ടിക്കുക. എന്നിട്ട് പറയാ എന്ത്, മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് ഖുർആന്റെ വചനം ഉദ്ധരിക്കുന്നു. വലിയൊരു ഉസ്താദിന്റെ പ്രസംഗമാണ്. നമ്മൾ പ്രസംഗിച്ചാലോ, എന്നിട്ട് ഉസ്താദ് സ്വയം ചോദിക്കാൻ 2 മണിക്കൂർ പ്രസംഗിച്ച് ഏറിയാൽ 1 or 2 അതിന് ഞങ്ങൾ കുഴപ്പവും, അതെന്നെയാണ് നിങ്ങളെ കുഴപ്പവും. ഞങ്ങളുടെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ 1 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് ഖുർആനിക വചനം ജനങ്ങൾക്ക് കിട്ടും, അതിന്റെ അർത്ഥം കിട്ടും, അതിന്റെ ആശയം കിട്ടും, ജനങ്ങൾക്ക് നന്മയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, ഈമാൻ ഉണ്ട 3 ആളുകളുടെ ഗുണം പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത്? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഏറ്റവും വലിയ കിങ്കരന്മാരായ സത്യനിഷേധികളായ അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വന്ന മുഴുവൻ ആളുകളും കേട്ട വചനേതാ? അള്ളാന്റെ ഖുർആൻ. അത് കേട്ടിട്ട് അവർ മാറി. ലോക MN റോയ് എന്ന് വിഖ്യാതനായ ചരിത്രകാരനുണ്ട്, MN റോയിയെ കേട്ടവരെ പുതിയ വിദ്യാർത്ഥികളൊക്കെ, പ്രത്യേകിച്ച് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകളൊക്കെ ഈ MN റോയ് എഴുതി വെക്കുകയാണ്, തേനീച്ചകൾ പുഷ്പത്തിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന പോലെ ഖുർആൻ അവതരിച്ചതിന് ശേഷം മുസ്ലിങ്ങൾ വിജ്ഞാനം തേടി ലോകത്തിന്റെ സമസ്ത ദിക്കുകളിൽ പോവുകയായിരുന്നു. അർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വായിച്ചു നോക്കിയ നിങ്ങൾ. റോമൻ എംപയർ, ബ്രിട്ടന്റെ റോമൻ എംപയർ യൂറോപ്പിലെ കുത്തഴിഞ്ഞ ബെർബറുകളുടെ കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ മുഹമ്മദ് ജനിക്കുന്നു എന്ന് റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, ഈ ഗ്രന്ഥം ഇറങ്ങിയതിനു ശേഷം ആസ്ട്രോണമി, സുവോളജി, അനാട്ടമി, എന്തെല്ലാം മനുഷ്യന്റെ ഹ്യൂമൻ ഫിസിയോളജി എല്ലാം, അതുപോലെ പർവ്വത വിജ്ഞാനീയം, 68 ശാസ്ത്രശാഖകളിലേക്ക് ഈ ഗ്രന്ഥം വെളിച്ചം വീശി. ഈ ഗ്രന്ഥത്തിന്റെ വിവരണം പോലെ ശാസ്ത്രീയമായ ഒരു വിവരണം ലോകത്തെ. അതുകൊണ്ടാണ് മോറിസ് ബുക്കായ അവരൊക്കെ ഖുർആൻ, ബൈബിൾ, ശാസ്ത്ര വസ്തുതകൾ പുസ്തകം എഴുതി. എന്തുകൊണ്ട്? ഈ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾ നടന്നു. ഖുർആന്റെ ഒരു അധ്യായം സൂറത്ത് നിസാ 56-ാമത്തെ വചനം, ഇന്ത്യയുടെ ഒരു വലിയ ബ്രാഹ്മണ പണ്ഡിതൻ, പ്രൊഫസർ, അയാൾ ഇസ്ലാം സ്വീകരിച്ചു, മദീന യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി, പണ്ഡിതനായി, ഷറൈദി, വലിയ പണ്ഡിതനായി മരിച്ചു. എത്ര പേർ, പക്ഷെ നമുക്കാർക്കും ഇതറിയില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കുന്ന പഠിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രിയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് വായിച്ച ഒരു ജനത കഴിഞ്ഞുപോയി. മദീനയുടെ അവസ്ഥ പറയുന്നിടത്ത് ഹദീസിൽ കാണാം, രാത്രിയിലും സുബൈക്കൊക്കെ വണ്ടിന്റെ മൂളക്കം പോലെ തായ്വരയിൽ നിന്ന് ഖുർആനിന്റെ ഒത്ത് കേൾക്കാമായിരുന്നു. ഓരോ വീടുകളിലും മുസ്ലിങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. മലക്കുകൾ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. ചില സഹാബിമാരുടെ ഖുർആൻ പാരായണത്തിന് മുമ്പിൽ വലിയ കാർമേഘം പോലെ മലക്കുകൾ ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ സഹാബി ഓത്ത് നിർത്തി. അപ്പൊ നബി പറയാണ്, നീ തുടർന്നിരുന്നുവെങ്കിൽ മലക്കുകൾ നിന്നോടൊപ്പം ഇരുന്ന് അനുഗ്രഹത്തിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. നീ ഖുർആൻ ഓത്ത് നിർത്തിയപ്പോ മലക്കുകൾ മേലോട്ട് കയറിപ്പോയി. ഈ ഉമ്മത്തിന് ഈ ഗ്രന്ഥം ഉണ്ടായിട്ട്, ഈ ഖുർആൻ ഉണ്ടായിട്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു ചോദിക്കാൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ ഹം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ വചനം. എന്താ ചങ്ങാതിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ?
അവർ ഖുർആനിന് നേരെ അവരുടെ ഹൃദയം തുറന്നു വെക്കുന്നില്ലേ? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഈ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത പള്ളിയിൽ ഖുതുബ കേൾക്കുന്ന സൗഭാഗ്യവാന്മാരെ, ഞങ്ങളോട് പറയുന്നറിയോ? നമ്മുടെ ഹൃദയം ഖുർആനിനെതിരായിട്ട് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഖുർആൻ അനുകൂലമായി നമ്മുടെ ഹൃദയം തുറക്കേണ്ട സമയം ഇതല്ലേ? അതുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ കഴിഞ്ഞു, നമ്മൾ ശവ്വാൽ മാസത്തിലാണ്. സഹോദര, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പഠിക്കും, ഞാൻ QHLS-ൽ ചേരും, ഞാൻ ഖുർആനും സുന്നത്തും പഠിക്കും, 500 പ്രോഗ്രാം ഞാൻ കേൾക്കും, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഡെയിലി 3 ആയത്ത് അർത്ഥസഹിതം പഠിക്കും എന്ന് തീരുമാനിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്, ഏത് പണ്ഡിതനാ നല്ല പണ്ഡിതൻ, ഏത് പണ്ഡിതനാ ചീത്ത പണ്ഡിതൻ എന്ന് നിങ്ങൾ ഖുർആൻ അർത്ഥം ഒന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷാ മനസ്സിലാകുക, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് ഉറുദു മനസ്സിലാകുക, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് അറബി അറിയാം, അതൊന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് മലയാളം അറിയാം, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ, അതൊന്ന് പഠിക്കാൻ സന്നദ്ധരായാൽ, നെഞ്ചോട് ഖുർആനിനെ ചേർത്ത് നിർത്തിയാൽ, എന്റെ നാഥൻ എന്നോട് എന്താ പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കിയാൽ അത്ഭുതകരമായ പരിവർത്തനം, മാറ്റം, ജീവിത വിശുദ്ധി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.